ശാലിനി ചേച്ചിയും കുട്ടികളും ഒക്കെ ഉണ്ടല്ലോ. ചേച്ചി, ആഹാ മക്കളെ, എന്തുണ്ട് വിശേഷം? ശാലിനി, സൗകര്യങ്ങളൊക്കെ കുറവാണ്, കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ആ രീതിക്കൊന്നും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ചെന്ന് പറ, ഞാൻ ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ലെന്നും. പട്ടിണി കിടന്നേ ചത്തോതെ ഞാൻ ചത്തോട്ട്. ആർക്കാ നഷ്ടം? എല്ലാവർക്കും അവരവരുടെ വാശിയല്ലേ, ജയിക്കണമെന്ന്. ജയിക്കട്ടെ, എല്ലാവരും ജയിക്കട്ടെ, അവളും ജയിക്കട്ടെ. ആ എന്താ എന്താ പൊന്നി? ചോറ് വിളമ്പി വെച്ചിട്ട് രാഘവൻ സാറ് കഴിക്കാൻ വരുന്നില്ലല്ലോ സത്യാമ്മേ. വേണ്ടെന്നാ പറയുന്നേ. നിരാഹാരമാണോ? ചെന്ന് വിളിച്ചപ്പോ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. ചിലപ്പോ ഇനിയും വിളിച്ചാ വഴക്കു പറയും. പട്ടിണി കിടന്നെ തോപ്പിക്കാനുള്ള പരിപാടി ആയിരിക്കും. കുട്ടികളെ കൊണ്ടുവന്നാലേ കഴിക്കൂന്നാ പറയുന്നേ. അതിനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം. രാഘവേട്ട, എന്താ ഉദ്ദേശം? എനിക്ക് എന്റെ കുട്ടികളും വിഷ്ണുവോടെ വേണം. ശാലിനി എന്നെ തിരിച്ചു വിളിക്കണം. ശാലിനിയോട് ഞാൻ എന്തുകൊണ്ടാ ഈ വീട്ടിൽ കയറരുതെന്ന് പറഞ്ഞതിന് വ്യക്തമായ കാരണമുണ്ട്. എന്തോന്ന് കാരണം? എന്തുണ്ടെങ്കിലുവേ അവള് നമ്മുടെ മോന്റെ ഭാര്യ. ആ, അവളെ അങ്ങനെ ഈ വീട്ടിൽ തള്ളിക്കളയാനാവത്തില്ല. രാഘവേട്ടൻ ഇനി എന്തൊക്കെ ന്യായങ്ങൾ നിർത്തിയാലും എന്റെ തീരുമാനത്തിൽ നിന്ന് ഞാൻ ഇനി പിന്മാറില്ല. ഇതിന്റെ പേരിൽ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുവാണെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കണ്ട. ആഹാ, ഇനി അവള് വീട്ടിൽ കയറണമെങ്കിലേ ഞാൻ മരിക്കണം. വാ മൊന്നി, കഴിക്കാത്തവരെ ഇനി കഴിക്കണ്ട. എനിക്ക് വിശക്കുന്നു, കഴിക്കേണ്ടവർക്ക് വരാം. എന്തായാലും മനസ്സാവളെ. കൊച്ചുങ്ങളും വേണ്ട, ഭർത്താവും വേണ്ട, ആരും വേണ്ട. എന്തിനാ ഇങ്ങനെ ഒരു ജീവിതം? ശിവേട്ടൻ ഇത്രയും താമസിക്കാറില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം കാണും. എനിക്കിപ്പം ഭയങ്കര പേടിയാ റാണി. ശിവേട്ടനാണെങ്കിൽ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെയാ വണ്ടി ഓടിക്കുന്നത്. ഇങ്ങനാണെങ്കിൽ നീ ആ പ്രകാശന് വണ്ടിയും കൊടുത്ത് രാത്രി പുറത്തേക്കൊന്നും വിടില്ലല്ലോ. പകല് പോയുള്ള ചികിത്സയൊക്കെ മതി, രാത്രിയിൽ പോവണ്ടെന്ന് തന്നെ പറയും. നമുക്ക് കാണാം. റാണി, ഏട്ടൻ വരുന്നുണ്ടെന്ന് തോന്നല്ലോ. ദാ എത്തിയല്ലേ നിന്റെ പുന്നാരേട്ടൻ. ശാലിനി ചേച്ചിയും കുട്ടികളും ഒക്കെ ഉണ്ടല്ലോ. ചേച്ചി, ആഹാ മക്കളെ, എന്തുണ്ട് വിശേഷം? ശാലിനി, സൗകര്യങ്ങളൊക്കെ കുറവാണ്, കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും കുടുംബശ്രീ ഹോട്ടലിലെ ഒറ്റമുറി അടുക്കളയേക്കാൾ ചെറുതൊന്നും അല്ലല്ലോ ഇത്. അവിടെ തുടങ്ങിയതാ എന്റെ ജീവിതം. ശാലിനിയും കുട്ടികളും കുറച്ചു ദിവസം നമ്മുടെ കൂടെ ഉണ്ടാവും. അതിനെന്താ ശിവേട്ട, നമുക്കിവിടെ ഒരു കുടുംബം പോലെ കഴിയാം. ശാലിനി ചേച്ചിക്ക് എന്ത് വേണേലും ഞങ്ങൾ ചെയ്തു തരാം. ഇവിടെ ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ ഞങ്ങൾ നോക്കിക്കോളാം. എനിക്കും എന്റെ കുട്ടികൾക്കും നല്ലൊരു വീട് കിട്ടുന്നത് വരെ സമാധാനത്തോടെ നിൽക്കാൻ പറ്റണം. എനിക്ക് അത്രേ വേണ്ടു. ആ ഒരു ഉറപ്പ് ഞാൻ തരുന്നു. ചന്ദ്രൻ, കുട്ടികളെ അകത്തുകൊണ്ടുപോയി മുറിയൊക്കെ കാണിച്ചു കൊടുക്ക. ശരി. ശരി മക്കളെ. വാ ചേച്ചി, മക്കളെ വാ വാ. വാ ചേച്ചി. ചേച്ചി മക്കള് ഈ റൂം എടുത്തോ.
അപ്പൊ നിങ്ങളൊക്കെയോ? അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ അപ്പുറത്ത് കിടന്നോളാം. ശിവേട്ടന് സോഫ തന്നെ ധാരാളം. പിന്നെ ഇവരുടെ വീട് ഇതിന്റെ പിന്നിലാ. ഞങ്ങൾ ഇപ്പൊ തന്നെ പോവും. എപ്പോഴും ഇവിടെ ഉണ്ടെന്നേ ഉള്ളൂ. ആ ചേച്ചി, വാഷ്റൂം ഒക്കെ അപ്പുറത്താണേ. എന്നാ ശരി, ഞാൻ പുറത്തുണ്ടാവും. മക്കളെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ. എത്ര ദിവസം അമ്മേ നമ്മളിവിടെ താമസിക്കുക? അത് അറിയില്ല മോളെ. നമുക്ക് പെട്ടെന്ന് തന്നെ വേറൊരു വീടെടുത്ത് മാറണം. അമ്മേ, ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാവേ. ഉം. ഞാനും വരുന്നുണ്ട്. വലിയൊരു ഇൻഷുറൻസ് തുക കയ്യിലേക്ക് വന്ന ആരെങ്കിലും വേണ്ടാന്ന് പറയോ? ശാരികയുടെ കുഞ്ഞിനെ ആർക്കോ കൊണ്ടുപോയി കൊടുത്തിട്ട് അവൾക്ക് മുന്നിൽ സ്വന്തം കുഞ്ഞാണെന്ന് പറഞ്ഞ് വേറെ ഏതോ കുഞ്ഞിനെ കൊണ്ട് കാണിച്ചില്ലേ നീ? ഇത്രയും ക്രൂരതയോടെ ചിന്തിക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ. രാഘവേട്ടാ, രാഘവേട്ടാ, അയ്യോ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. പൊന്നി, പൊന്നി. എന്താ സത്യമേ? രാഘവേട്ടൻ കണ്ടായിരുന്നോ? മുറിയിലൊന്നും കാണുന്നില്ല. കുറച്ചു മുന്നേ വാതൊക്കെ ഇരിക്കുന്ന ഞാൻ കണ്ടതാണല്ലോ. വാതിക്കലോ? ആ പിള്ളേ പുറത്തെങ്ങനെ രാഘവേട്ടനെ കണ്ടായിരുന്നോ? ഇല്ലല്ലോ, അത് പഠിപ്പുരം തുറന്നു കിടക്കാണല്ലോ. അയ്യോ, അയ്യോ, ഇതിപ്പോ എവിടെ പോയി? ഈ രാത്രിയിൽ ഇനി എവിടെ പോയി കണ്ടുപിടിക്കാനാ? നീ ആ ഫോണിങ് എടുത്തോണ്ട് വന്നേ. പിള്ളേ പുറത്തെങ്ങാനും ഉണ്ടോന്നൊന്ന് പോയി നോക്കി. രാഘവ് സാറേ, രാഘവ് സാറേ, ദാ സത്യമേ. രാഘവ് സാറേ, രാഘവ് സാറേ. നീ ആ മുകളിലേക്ക് എങ്ങനെ ഒന്ന് പോയി നോക്കിയേ. രാഘവ് സാറേ, രാഘവ് സാറേ. ഈശ്വര, ഇനിയിപ്പോ ഇത് എവിടെ പോയി അന്വേഷിക്കും?